വെൽക്കം ടു CV. സക്സസ് ഈസ് എവ്രിവൺസ് റൈറ്റ്. വിജയം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ള ഏതൊരു വ്യക്തിക്കും, അത് കഴിവ് കൂടിയ ആളോ കുറഞ്ഞ ആളോ ആവട്ടെ, അയാൾക്ക് വിജയം അവകാശപ്പെട്ടതാണ്. ഏതൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അത് സാലറി കൂടുതലോ കുറവോ ഉള്ള ആളായിക്കോട്ടെ, അവർക്ക് വിജയിക്കാനുള്ള അവസരമാണ് CVയിലൂടെ തുറക്കപ്പെടുന്നത്. ഏതൊരു വ്യക്തിക്കും തൻ്റെ ചെയർ ഏതാണെന്നും തനിക്ക് വിജയിക്കാൻ പറ്റിയ മേഖല ഏതാണെന്നും ഈസിയായി മനസ്സിലാക്കാൻ CVയിലൂടെ സാധിക്കും. CVയിലൂടെ തനിക്ക് അർഹതപ്പെട്ട ചെയർ, പ്രൊമോഷൻ, ഇൻക്രിമെൻറ്റ് ഇവ ലഭിക്കുവാനും അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യാനും എംപ്ലോയിക്ക് സാധിക്കുന്നു. കൂടാതെ തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ലഭിക്കുന്ന പ്രൊമോഷൻ, ഇൻക്രിമെൻ്റ് ഒക്കെ അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ ലഭിക്കുന്നതെന്നറിയാൻ എംപ്ലോയർക്കും എംപ്ലോയിക്കും ഒരേപോലെ സാധിക്കുന്നു. തൻ്റെ പെർഫോമൻസ് സ്കോർ മികച്ചതാണെങ്കിൽ തീർച്ചയായും ആ കമ്പനി പ്രോഫിറ്റിലായിരിക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ സാലറി നമുക്ക് ഡിമാൻഡ് ചെയ്യാം എന്നതാണ് CVയുടെ മറ്റൊരു ബെനിഫിറ്റ്. CVയുടെ മറ്റൊരു ബെനിഫിറ്റ് ഇൻ്റർവ്യൂ ആണ്. ഒരു നല്ല എംപ്ലോയി ഒരു നല്ല ഇൻ്റർവ്യൂ പെർഫോമർ ആകണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ടൈമിൽ അത്ര അട്രാക്റ്റീവ് ആവാത്ത ഒരാൾ ഒരുപക്ഷെ നല്ല റിസൾട്ട് തരുന്ന എംപ്ലോയി ആയെന്നും വരാം. അതായത് ഇൻ്റർവ്യൂ അല്ല, മറിച്ച് CV സ്കോർ ആയിരിക്കും നിങ്ങളെ അപ്പോയിൻമെൻറ്റിലേക്ക് നയിക്കുക. മാത്രമല്ല, CV സ്കോർ മുഖേനയുള്ള CV സെലക്ഷനിലൂടെ ഇൻ്റർവ്യൂവിന് നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ അത് 70 to 80% അപ്പോയിൻമെൻറ്റിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യേണ്ടി വരികയില്ല. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യേണ്ടിയും വരില്ല. കൂടാതെ നിങ്ങളുടെ CV സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ സാലറി ഡിമാൻഡ് ചെയ്യാനും നിങ്ങൾ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ വർത്ത്ഫുൾ ആണെന്ന് CV സ്കോറിലൂടെ മനസ്സിലാക്കുന്ന എംപ്ലോയർക്ക് നിങ്ങൾ ഡിമാൻഡ് ചെയ്യപ്പെട്ട സാലറി പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. CVയുടെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രൊഫൈൽ പ്രിപ്പറേഷനാണ്. സമൂഹത്തിലെ 70% ആളുകൾക്കും സ്വന്തമായി അവരുടെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല. അതിനായി അവരുപയോഗിക്കുന്ന മാർഗം ഒന്നെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്റർ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ എക്സാക്ട് റെസ്യൂമെ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നതാണ്. CV ഇവിടെയും ഒരു പരിഹാരമാണ്. നിങ്ങളുടെ CV ഐഡിയിൽ നിങ്ങളുടെ റെസ്യൂമേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുണ്ട്. ഓരോ സെഷനിലെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്താൽ മതിയാവും. CVയിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡേറ്റയുടെ ഇയർ, ഇൻസ്റ്റിറ്റ്യൂഷൻ, പെർസെൻറ്റേജ്, പാസ് ഓർ ഫെയിൽ എന്നീ ഡീറ്റെയിൽസ് മാത്രം ആഡ് ചെയ്താൽ മതിയാവും. ഇത്തരം സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമിൽ പ്രസൻറ്റ് ചെയ്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡേറ്റ സേഫ് ആയിരിക്കും. ഇനി മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്കോറിങ്ങിനെ പറ്റിയാണ്. നിങ്ങളുടെ HR, മാനേജർ അല്ലെങ്കിൽ എംപ്ലോയർ നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്കോറിനേക്കാളും കുറഞ്ഞ സ്കോറാണ് നൽകുന്നതെങ്കിലോ? ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരായി CVക്ക് കംപ്ലയിൻറ്റ് മെയിൽ ചെയ്യാം. CVയുടെ റെപ്രസെൻറ്റേറ്റീവ് എൻക്വയറി പ്രൊസീജിയർ പൂർത്തിയാക്കും. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യപ്പെടുകയോ CVയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയോ ചെയ്യും. ഇനി നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്കെങ്കിൽ, അതായത് എംപ്ലോയർ എൻ്റർ ചെയ്ത സ്കോർ കൃത്യമാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുകയും ചെയ്യും. ഒപ്പം ഒരു കാര്യം കൂടി, ഒന്നുകൂടെ മറന്നു, സ്ഥാപനത്തിലെ HR ആണെന്ന്. ഒപ്പം ഒരു കാര്യം കൂടി, സ്ഥാപനത്തിലെ HR ആണ് നിങ്ങൾക്ക് നെഗറ്റീവ് സ്കോറിംഗ് നൽകുന്നതെങ്കിൽ സ്ഥാപനത്തിൻ്റെ അല്ല, ആ HRൻ്റെ ID ആവും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുക. ഇതുമൂലം നിങ്ങളുടെ സ്ഥാപനത്തിലെ HR അല്ലെങ്കിൽ എംപ്ലോയർ നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്കോർ തന്നെ നൽകുവാൻ തയ്യാറാവും. CVയിലെ എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ സംശയങ്ങൾക്കായി CVയെ കണക്ട് ചെയ്യാം. താങ്ക് യു.